ഇനി വിവാഹം നടക്കുന്ന ദിവസവും ആ ദിവസത്തിൽ തന്നെ എന്തൊക്കെ പേക്കൂത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണവാട്ടിയെ ഒരു പ്രദർശന വസ്തുവായി ഇന്ന് ഓഡിറ്റോറിയത്തിലാണ് എല്ലാ കല്യാണവും നടക്കുന്നത്. ആ സ്റ്റേജിൽ ഇങ്ങനെ രാവിലെ മുതൽ കൊണ്ടുവന്നിരുത്തി വൈകുന്നേരം അത് പിരിയുന്നത് വരെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഇട്ട ഡ്രസ് അയക്കാനോ ഒന്ന് മൂത്രമൊഴിക്കാനോ ആ പെൺകുട്ടിക്ക് കഴിയാത്ത വിധത്തിൽ ഒരേ രൂപത്തിൽ പ്രദർശന വസ്തുവാക്കാൻ ആരാണ് നമുക്ക് അനുവാദം നൽകിയത്? അന്നത്തെ നിസ്കാരം നിസ്കാരം എന്തായാലും ഇല്ല, അസുഖം കൂടി നഷ്ടപ്പെട്ടു പോകും ഉറപ്പാണ്. ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോ നിസ്കാരം നഷ്ടപ്പെടുത്തി, അതുപോലെ ആർഭാടങ്ങളാക്കി, വേണ്ടാത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടി നടത്തിയ ഇത്തരം കല്യാണങ്ങളിൽ അല്ലാഹു തആല പറയുന്നു, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ നല്ല മഹാന്മാരായ ആളുകൾക്ക് പിന്നിൽ ഒരു പിൻഗാമികൾ വരുന്നുണ്ട്, വന്നിരിക്കുന്നു. അല്ലാഹു സ്വലാ, അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. അവരിഷ്ടം പോലെ ദീന നടപ്പിലാക്കുന്നവരാണ്, തോന്നിയതുപോലെ ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനത്തെവരോട് അല്ലാഹു പറയുന്നു, അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞു, ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള വിവാഹങ്ങൾ നടത്തുമ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, തടഞ്ഞു നിർത്താൻ കഴിയാത്ത വലിയ നാശങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വിവാഹങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഒക്കെ നമ്മുടെ മക്കളൊക്കെ മാന്യരായി ബർക്കത്തുള്ളവരായി വളരാൻ ഇസ്ലാം അനുവർത്തിച്ച രൂപത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി പാലിക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുക. ഇസ്ലാമിനെ നമ്മളെ കൊണ്ട്, ഞാൻ കാരണം നമ്മളെ കൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി പോകരുത്. അല്ലാഹു തആല നമ്മളൊക്കെ കാക്കട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തും അനുഭവിക്കുന്ന